ടു ബ്രൂണീസ് വേൾഡ്. ഇന്ന് ഒരു ചെറിയ പാലക് വിളവെടുപ്പാണ്. അപ്പം ഞാൻ പാലക്ക് പറിച്ചൊന്നും നട്ടിട്ടില്ല. ഇതെല്ലാം ആ പാകിയ അതേ ഒരവസ്ഥയിൽ ചട്ടിയിലാണ്. കാരണം 2-3 പറിച്ച് നട്ട് കഴിഞ്ഞപ്പോൾ എല്ലാം ഉണങ്ങി പോകുന്ന പോലെ തോന്നി. അപ്പോൾ അവിടെ തന്നെ നിൽക്കട്ടെ എന്ന് കരുതി. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ ബേബി പാലക്കാണ്. ഇത് പറിച്ച് സൂപ്പ് വെച്ച് പിള്ളേർക്ക് കൊടുക്കും. അപ്പോൾ പാലക്ക് ഞാൻ 2-3 ചട്ടികളിലായിട്ടാണ് നട്ടത്. കുറച്ചൊക്കെ അതിലേയും പുഴു വന്ന് തിന്നുപോകും, എന്നാലും കുഴപ്പമില്ല. നല്ല ടെൻഡർ ലീവ്സ്, നല്ല അടിപൊളി ലീവ്സായിരുന്നു പ്രാവശ്യത്തെ. അത്യാവശ്യം പാകിയത് മൊത്തം തന്നെ മുളച്ചെല്ലാം നല്ല രീതിയിൽ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യത്തെ ചട്ടിയിലെ പാലക്കാണ്. അതെല്ലാം ഞാൻ ഓർത്ത് എല്ലാം ഒന്നും ഉണ്ടാവില്ല എന്ന്, പക്ഷെ മൊത്തത്തിൽ എല്ലാം മുളച്ച് കയറി വന്നു. പാലക്കിൻ്റെ സൂപ്പ് ഉണ്ടാക്കി കൊടുത്ത ഒരു ടൊമാറ്റോയും എല്ലാം കൂടി ഇട്ട് കൊടുത്താൽ പിള്ളേർക്ക് കഴിക്കാൻ വലിയ ഇഷ്ടമാണ്. പാലക്കിൻ്റെ ഇടയ്ക്ക് തന്നെ 1-2 ബ്രോക്കോളിയും മുളച്ച് വന്നിട്ടുണ്ട്. ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. അപ്പോൾ പാലക്ക് ഇത് അടുത്ത ചട്ടിയിലെ പാലക്കാണ്. അത് കുറച്ചും കൂടി തിക്കായിട്ടാണ് വന്നേക്കുന്നത്. പാലക് ചീര കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ വാങ്ങി പാകി കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വിളവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എല്ലാം പറിച്ച് നട്ട് ഓരോ ചട്ടിയിലും 1-2 ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ആ ഇലയും കുറേയൊക്കെ മൂത്ത് പോയായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം കറക്റ്റ് നല്ല ടെൻഡറായിട്ട് നല്ല ഇളം തളിരിലകൾ പോലെ കിട്ടിയിട്ടുണ്ട്. പാലക്ക ആർക്ക് വേണേലും എവിടെ വേണേലും വളർത്തിയെടുക്കാൻ പറ്റുന്ന വലിയ മെയിൻ്റനൻസും കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പക്ഷേ നല്ല ഇളക്കമുള്ള ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ മിക്സ് ചെയ്ത മണ്ണിലായിരിക്കണം. ഇത് ചകിരിച്ചോറും ചാണകപ്പൊടിയും കുറച്ച് എല്ലുപൊടിയും എല്ലാം കൂടി ഈക്വലി മിക്സ് ചെയ്ത പോട്ടി മിക്സിലാണ് പാകിയേക്കുന്നത്. അത് പാലക്ക് ഇങ്ങനെ നിൽക്കുന്ന കാണാൻ തന്നെ നല്ലൊരു രസമാണ്. അപ്പം പാലക്ക് 2 ചട്ടികളിൽ അത്യാവശ്യം വലിയ ഇലകളെല്ലാം തന്നെ പറിച്ചെടുത്ത് കഴിയാറായിരിക്കുന്നു. ഞാൻ സിസേഴ്സാണ് ഉപയോഗിച്ചത്. കാരണം കൈ കൊണ്ട് പറിച്ചാൽ ചിലപ്പോൾ കറക്റ്റ് കിട്ടിയില്ലെങ്കിലോ എന്ന് കരുതി. അപ്പോൾ ഇത്രയാണ് എനിക്കിന്ന് പാലക്ക് മുറിച്ചെടുത്തിരിക്കുന്നത്. ഇതുകൊണ്ട് ഞാൻ അടിപൊളി ഒരു സൂപ്പ് ഉണ്ടാക്കുന്നതായിരിക്കും. ഇനി നമുക്ക് 2-3 തക്കാളി ഇതിലെയൊക്കെ നിൽപ്പുണ്ട്. പിന്നെ കുറച്ച് മുളക്. അപ്പോൾ ഇതൊരു വെള്ളമുളകാണ്, വെള്ളക്കാന്താരി. ചുവപ്പ് അത് പഴുത്ത് കഴിയുമ്പോൾ ഉള്ളൊരവസ്ഥയാണ്. വലിയ കുഴപ്പമില്ല, അത് കറികൾക്കൊക്കെ അരച്ച് ചേർക്കാം. അതും ഒരു ചട്ടിയിലാണ് കേട്ടോ നിൽക്കുന്നത്. ഇത് ഏകദേശം 1 വർഷം കഴിഞ്ഞ ഒരു മുളക് ചെടിയാണ്. അതിൽ എല്ലാ ആഴ്ചയെന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ ഉണ്ടാവും. അത് നിൽക്കുന്ന ഒരു പൊമോഗ്രാനറ്റിൻ്റെ ചെടി, മാതള നാരങ്ങയുടെ തൈയും കൂടെ നിൽക്കുന്ന ഒരെണ്ണത്തിലാണ് ഇത് മുളച്ച് വന്നേക്കുന്നത്. ആ കുറ്റിയായിട്ട് ബുഷായിട്ട് നിൽക്കുന്ന മാതളമാണ്. പിന്നെ എൻ്റെ കൊമ്പൻ മുളക് കായൊക്കെ ഏകദേശം തീരാറായി. 2-3 എണ്ണമുള്ള അതും കൂടെ പറിച്ചെടുക്കാം. ഇത് അത്യാവശ്യം നല്ല നീളമുള്ള മുളകാണ്. ഒരു 2 എണ്ണം ഉണ്ടെങ്കിൽ മതി ഒരു തോരനിലിടാൻ. അതൊരു ചെറിയൊരു ചട്ടിയിലാണ് കേട്ടോ നിൽക്കുന്നത്, വളരെ ചെറിയൊരു ചട്ടിയിൽ. ഇത് കൂർക്കയാണ്. എല്ലായിടത്തും കൂർക്കയൊക്കെ പറിച്ചു കഴിഞ്ഞാൽ നമ്മൾ നട്ടപ്പോൾ കുറച്ച് വൈകിപ്പോയി. ഒരു ചെറിയൊരു പ്ലോട്ടിൽ ഉണ്ടായി. പിന്നെ ഇവിടെയുള്ള ചേമ്പൊക്കെ വളമിട്ട് കൊടുത്തപ്പോൾ നല്ല ഉഷാറായിട്ട് കയറി വന്നിട്ടുണ്ട്. ഇത് പിന്നെ എൻ്റെ തക്കാളി എനിക്ക് എന്നും 2-3 എണ്ണം വെച്ച് കിട്ടും. അപ്പോൾ അതൊക്കെ എല്ലാം ഒന്നിച്ചല്ല പഴുത്ത് വരുന്ന കാരണം ആദ്യം പൂവിൽ കയറി വരുന്ന ആ ഒരൊറ്റ കായേ ഉള്ളൂ, പിന്നെ അത് തീർന്നു.